ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായ ചില മുരിങ്ങകളെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ മുരിങ്ങ എല്ലാവരും നാടൻ മുരിങ്ങ കണ്ടിട്ടുണ്ട്. കായകളും ഇലയും പൂവും ഒക്കെ ഭക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു വ്യത്യസ്തമായ മുരിങ്ങയാണ്. ഇതിൻ്റെ ഇലകൾ ഈ കാണുന്ന രൂപത്തിലുള്ളതാണ്. ഇതിൻ്റെ ഇലകൾ കുഞ്ഞിലകളാണ് ഇതിനുള്ളത്. മുരിങ്ങക്കായൊക്കെ സാധാരണ മുരിങ്ങക്കായ പോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ മുരിങ്ങക്കായകൾ തന്നെയാണ്. ഇതിൻ്റെ കായും പൂവൊക്കെ ഭക്ഷിക്കാവുന്നത് തന്നെയാണ്. ഈ കാണുന്നത് പോലത്തെ ഉണങ്ങിയ കായകളാണ് നിലവിൽ ഇതിലുള്ളത്. ഇതാണ് ഇതിൻ്റെ ഉണങ്ങിയ കായകൾ. പച്ചക്കായും പൂവും ഒന്നും നിലവിലില്ല. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത് നിലവിൽ ഇല്ല. ഇതാണ് മരം. ഇതിൻ്റെ തടിയും ഒരു വ്യത്യസ്തമായ തടിയാണ്. മറ്റ് മുരിങ്ങകളുടെ തടിയേക്കാൾ വ്യത്യസ്തമായ ഒരു തടിയാണ് ഈ മുരിങ്ങയുടെ തടിയും. ഈ രൂപത്തിലാണ് ഇതിൻ്റെ തടി ഇരിക്കുന്നത്. ഇതിന് പുറകെ മറ്റൊരു മുരിങ്ങ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടാൽ ഒരു ചൂളമരത്തിൻ്റെ, കാറ്റാടി മരത്തിൻ്റെ ഇലകൾ പോലെ തോന്നിക്കും. ഇതും ഭക്ഷ്യയോഗ്യമായ ഇലയും കായൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇലകൾ നമ്മൾ കറി വയ്ക്കുന്ന പോലെ കറി വയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ അറബികൾ കപ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ, മന്തിയോ കപ്സയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അടിയിൽ അരിയും മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത് നിരത്തി അതിന് മുകളിൽ കോഴിയോ ഇറച്ചിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ അംശത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ സ്വാദോടു കൂടി ആ ചോറ് അവർക്ക് റെഡിയായി കിട്ടുന്നതാണ്. ഇതിലും സാധാരണ മുരിങ്ങക്കായ വളർന്നതായി ഉണങ്ങി നിൽക്കുന്നതാണ് ഇതിൻ്റെ കായ. അപ്പോൾ ഇനി നമ്മുടെ നാടൻ മരം കൂടെ ഈ കൂട്ടത്തിൽ കാണാം. ഇതാണ് നാടൻ, നമ്മൾ സാധാരണ കാണുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ മുരിങ്ങ ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായി, പുതിയ കാഴ്ചകളുമായി നിങ്ങളിലേക്ക് വീണ്ടും ഞാൻ വരുന്നതുവരേക്കും നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ പുതിയ അറിവുകളെ പകർന്നു കൊടുക്കുക. ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു. മറുപടിയും സന്ധിക്കുമ്പോഴേക്കും വിട പറ്റിക്കൊള്ളേൻ.